നമസ്കാരം. കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടാണ് അദാലത്തുകൾ മുന്നോട്ട് പോകുന്നത്. ഈ അദാലത്തിലും അങ്ങനെ തന്നെയായിരുന്നു. ഒരൊറ്റ പരാതി പോലും മന്ത്രി നേരിട്ട് ഇടപെടാത്തതായി ഇല്ല. എല്ലാ പരാതികളും മന്ത്രിമാർക്ക് നേരിട്ടിടപെട്ട് പരിഹരിക്കാൻ കഴിഞ്ഞു എന്നത് ജനങ്ങൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതാണ്. സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൽ ആശ്വാസമാകുന്ന ഏത് പ്രവർത്തനത്തിനും സർക്കാർ ഒരുക്കമാണെന്ന് പിണറായി സർക്കാർ ഒരിക്കൽ കൂടി കാണിച്ചു തരികയായിരുന്നു. ജനങ്ങളുടെ പ്രശ്നം സാധ്യമായ രീതിയിൽ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതാണ് LDF സർക്കാരിന്റെ രീതി. കഴിഞ്ഞ താലൂക്ക് അദാലത്തിൽ നിരവധി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു. സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൽ ആശ്വാസമാകുന്ന ഏത് പ്രവർത്തനത്തിനും സർക്കാർ ഒരുക്കമാണെന്നും മന്ത്രിമാർ ഒട്ടാകെ പറഞ്ഞു. പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിനായി മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന താലൂക്ക് തല അദാലത്തുകൾ ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു. പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിന് സർക്കാർ വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. ഇതിന്റെ ഭാഗമായി വിവിധ തലങ്ങളിൽ പല ഘട്ടങ്ങളിലായി അദാലത്തുകൾ സംഘടിപ്പിച്ചിരുന്നു. മന്ത്രിസഭയുടെ 2ാം വാർഷികത്തോടനുബന്ധിച്ച് 2023 ഏപ്രിൽ മെയ് മാസങ്ങളിൽ താലൂക്ക് ആസ്ഥാനങ്ങളിൽ കരുതലും കൈത്താങ്ങും എന്ന പേരിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ പരാതി പരിഹാര അദാലത്ത് നടത്തിയിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് വീണ്ടും അദാലത്ത് നടത്താൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. ഈ അദാലത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഇടപെടൽ. കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്തിൽ ശ്രദ്ധേയമായ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഇടപെടൽ ഇങ്ങനെയാണ്. 7 കൊല്ലമായിട്ടൊരു വീൽ ചെയറിന് വേണ്ടി എടുക്കും. ഏത് പഞ്ചായത്തിലായാലും ഒരു മനുഷ്യനെ 7 കൊല്ലമായി നടക്കും പരിഹരിക്കുന്നു. ഇവിടെയല്ല അവിടെയാണ് നടക്കുമ്പോൾ എനിക്കൊക്കെ നടക്കാൻ കാലില്ലല്ലോ, എല്ലാത്ത ആളല്ല. നാളെ നിങ്ങൾക്ക് ഇത് തരും. അപ്പോൾ ഉടനെ തന്നെ അത് തരും. തന്നു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ എത്ര സമയം എത്രയും വേഗത്തിൽ ഇടപെടും. ഇല്ലെങ്കിൽ നമുക്ക് പറഞ്ഞാൽ മതി കേട്ടോ, നിങ്ങൾ നമ്പർ ചെയ്യാൻ വാങ്ങുന്നുണ്ട്, നമ്മൾ നോക്കാം കേട്ടോ. അവർ ചെയ്തിട്ടില്ല, നമുക്ക് നോക്കാം കേട്ടോ. നമുക്ക് നോക്കട്ടോ. നിങ്ങൾ നമ്പർ ഒന്ന് കേട്ടോ, ഫോൺ നമ്പർ എന്തെങ്കിലും ഇടപെടും കേട്ടോ. നമ്മൾ എഴുതിയിട്ടുണ്ട്, ഇടപെടും. ഇനി നടന്നിട്ടില്ല നമുക്ക് നേരിട്ട് തന്നെ ചെയ്യാം കേട്ടോ. കോഴിക്കോട് വടകര താലൂക്കിൽ നടന്ന കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്തിലാണ് നാദാപുരം സ്വദേശി അശോകൻ മന്ത്രിയെ കാണാനായി എത്തിയത്. നടക്കാൻ കഴിയാത്ത ആളാണെന്ന് അറിഞ്ഞപ്പോൾ മന്ത്രി അശോകന്റെ അടുത്തേക്ക് വന്നു. ഒരു വീൽ ചെയർ ആയിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം. ഇതിനായി 7 വർഷങ്ങളായി ഓഫീസുകൾ കയറി ഇറങ്ങി നടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ മന്ത്രി മുഴുവൻ ഉദ്യോഗസ്ഥരെയും അവിടെ വിളിച്ചു വരുത്തി. ഏത് പഞ്ചായത്തിലായാലും ഒരു മനുഷ്യൻ 7 വർഷമായെന്ന് പറയുമ്പോൾ അത് പരിഹരിക്കണ്ടേ? ഇവിടെയല്ല അവിടെയാണെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. എപ്പോ പരിഹരിക്കും അതാണ് അറിയേണ്ടത്. എനിക്കും നിങ്ങൾക്കും ഒക്കെ നടക്കാൻ കാലുണ്ട്. അതില്ലാത്ത ആളാണ് 7 കൊല്ലമായി ഒരു വീൽ ചെയറിന് വേണ്ടി കയറി ഇറങ്ങുന്നത്. എത്രയും വേഗത്തിൽ ഇടപെടണം. പരിഹാരമായില്ലെങ്കിൽ എന്നെ നേരിട്ട് വിളിക്കണം. ഉടനടി നടപടി വേണമെന്ന് കർശനമായി തന്നെ മന്ത്രി പറഞ്ഞു. നാളെ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാമെന്നും ഉടനെ പരിഹാരം കാണാമെന്നും ഉദ്യോഗസ്ഥർ മന്ത്രിക്ക് ഉറപ്പു നൽകി. പരാതി സ്വീകരിച്ച് ഒപ്പിട്ട ശേഷം അശോകന്റെ ഫോൺ നമ്പറും മുഹമ്മദ് റിയാസ് വാങ്ങി. എത്രയും വേഗത്തിൽ ഇവർ ഇടപെടും. ഇവർ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് നോക്കാട്ടോ. ഇത് നടന്നിട്ടില്ലെങ്കിൽ നമുക്ക് നേരിട്ട് എന്തെങ്കിലും ചെയ്യാട്ടോ. മന്ത്രി മുഹമ്മദ് റിയാസ് തോളിൽ തട്ടി ആശ്വസിപ്പിക്കുമ്പോൾ അശോകന്റെ മനസ്സ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ആത്മവിശ്വാസത്തോടെയാണ് അശോകൻ കരുതലും കൈത്താങ്ങും അദാലത്ത് വേദിയിൽ നിന്നും വിട്ട് വീട്ടിലേക്ക് മടങ്ങിയത്. ഇങ്ങനെയാണ് ഇടതു സർക്കാർ. മനസ്സ് നിറഞ്ഞു തന്നെയാണ് ജനങ്ങൾ പോയത്. ഇനിയും എന്തിനും ഇടതു സർക്കാർ ഒപ്പമുണ്ടാകുമെന്ന ആത്മവിശ്വാസത്തോടെ.